എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഇൻവെർട്ടർ സ്പ്ലിറ്റ് AC PCB ആണ്. ഇതൊരു കോമ്പാക്റ്റബിൾ PCB ബോർഡാണ്. കാര്യം ഇത് പല ഇൻവെർട്ടർ ACകളിലും ഈ ഒരു ബോർഡ് വരാറുണ്ട്. അപ്പോൾ സാംസങ്ങിൻ്റെതായിട്ടുള്ള PCB ഉണ്ടെങ്കിലും പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ബോർഡ് ഇറക്കിയിരിക്കുന്നതെന്ന് അറിഞ്ഞില്ല. വേറെ പല AC-കളിലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള PCB-കൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് F5 എററാണ്. ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്ക് ഈ ഒരു PCB വന്നിട്ടുള്ളത്. ഈ F5 എന്ന് പറയുന്നത് ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ വർക്ക് ചെയ്തില്ലെങ്കിലാണ് ഈ F5 എന്നുള്ള എറർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വരുന്നതിന് മുന്നേ നമുക്കിതൊരു ടെക്നീഷ്യൻ കൊണ്ട് തന്നതാണ്. അപ്പോൾ ആ ടെക്നീഷ്യൻ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഈ മോട്ടോർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് F5 എറർ വരുന്നത് കൊണ്ട് പുള്ളി എന്ത് ചെയ്ത് ഈ ഒരു IPM ഒക്കെ മാറി നോക്കി ഇവിടുത്തെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ടും ഈ ഒരു മോട്ടർ ജസ്റ്റ് ഒന്ന് എടുത്ത് സ്റ്റക്കായി എടുത്തിട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് റണ്ണിങ് ആവുന്നില്ല. ഡിസ്പ്ലേയിൽ F5 എന്നുള്ള ഒരു എററും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ എറർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷന് സപ്ലൈ കാര്യങ്ങൾ, കംപ്രസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന കംപ്രസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാൻ മോട്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് ഇതിൻ്റെ ആ ഒരു എറർ എങ്ങനെയാണ് വരുന്നത്, ഈ മോട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന രീതികൾ എന്നൊക്കെ നോക്കാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്തിട്ട് ഈ എറർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. F5 എന്നുള്ള ആ ഒരു എററാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് കംപ്രസറും ഔട്ട്ഡോർ ഫാനും എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓൺ ബോർഡിലുള്ള സ്വിച്ച് ഓഫ് ചെയ്ത് പവർ ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് പവർ ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കംപ്രസർ പെട്ടെന്ന് എടുക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ എറർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇതിൻ്റെ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്, പവർ ഓൺ ചെയ്യണം. അപ്പോൾ ഇവിടെ 0 വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓൺ ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് പവർ ഓൺ ചെയ്തു. ഓക്കെ, പെട്ടെന്ന് തന്നെ കംപ്രസർ സ്റ്റാർട്ടായിട്ടുണ്ട്. ആ ഒരു എറർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫാൻ ഇതിനിടയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ F5 എന്നുള്ള ഒരു എറർ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫാൻ മോട്ടർ കണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടുന്നതല്ലാണ്ട് പ്രോപ്പറായിട്ട് ഇത് കറങ്ങുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് പ്രോപ്പറായിട്ട് കറങ്ങിയാൽ മാത്രമേ ഈ ഒരു എറർ ഇതിനകത്ത് വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇത് കൊണ്ടുവന്ന ടെക്നീഷ്യനും പരിശോധിച്ചൊക്കെ നോക്കിയത്. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്ക് അത് ശരിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. ഇതൊന്ന് പവർ ഓഫ് ചെയ്യണം. ഇത് നമുക്ക് കറക്റ്റായിട്ട് ആ മെയിൻ പ്രോസസ്സർ IC എന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക് ആ സിഗ്നൽ ഇതിന് കിട്ടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹൈ സൈഡും ലോ സൈഡും ഉള്ള ഫ്രീക്വൻസി കിട്ടുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മോട്ടർ ആദ്യം ഇതിന് ഫ്രീക്വൻസി കൊടുക്കും, അന്നേരത്തെ ഇത് ലോഡ് എടുക്കും. ആദ്യം ഈ ഒരു മോട്ടർ ആ ലോഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് പിന്നെ അടുത്ത ഫ്രീക്വൻസി മെത്തേഡ് ഇതിനകത്തോട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു മോട്ടറിന് മാത്രമല്ല, നമ്മൾ കംപ്രസറിന് പോകുമ്പോഴത്തേക്കും അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു IPM-ൻ്റെ കറണ്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കമ്പറേറ്റർ IC ഉണ്ട്. ആ കമ്പറേറ്റർ IC വരുന്നത് ഇവിടെ ഇങ്ങനെയായിട്ടാണ്. അതാണ്ട് ഈ ഇരിക്കുന്ന അതാണ് അതിൻ്റെ ഒരു കമ്പറേറ്റർ IC. അപ്പോൾ ആ കമ്പറേറ്റർ ICക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ആ കമ്പറേറ്റർ ICയുടെ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു ബോർഡ് ഇതിൻ്റെ ഒരു ആ പ്രോസസ്സിങ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്.
അപ്പോൾ കംപ്രേറ്ററിൻ്റെ ഔട്ട്പുട്ടും അതിൻ്റെ ഹാഫ് വോൾട്ടേജ് വരാൻ പാടുള്ളൂ. അതായത് 2.4 2.5 ഇടയ്ക്കായിരിക്കണം, 2.4 2.6 ഇടയ്ക്കായിരിക്കണം അതിൻ്റെ ആ കംപ്രേറ്റർ ഐ സി എന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജിനകത്തുനിന്ന് നമ്മുടെ ഈ മോട്ടർ, അതായത് നമ്മുടെ ഈ ഒരു ഫാൻ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ കറണ്ട് അത് സെൻസ് ചെയ്തിട്ട് അത് പ്രോസസ്സറിനോട്ട് കൊടുക്കും. ആ സെൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ ആ പ്രോസസ്സർ ഈ ഒരു മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരാം. പിന്നെ വരുന്നത് മെയിൻ ഐ സി കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരാം. നമ്മുടെ IPM കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം വരാം. നമ്മുടെ ലോ സൈഡ് ഹൈ സൈഡ് സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. അതിന് ആ സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോകണം. ഇപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഈ ഒരു കംപ്രേറ്റർ ഐ സിയുടെ ഔട്ട്പുട്ട് സെക്ഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നെഗറ്റീവ് ഗ്രൗണ്ട് സൈഡിൽ നിന്നുള്ള കണക്ഷനും കാര്യങ്ങളും കംപ്രേറ്റർ ഐ സി പോകുന്ന ആ ലോഡ് സെൻസ് ചെയ്യാനുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു IPMന് വേണ്ടിയിട്ടുള്ള ഷണ്ട് റെസിസ്റ്റൻസ്. എന്തായാലും നമുക്ക് IPM പുതിയ IPM ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. എന്നോട് പറഞ്ഞത് IPM റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയ IPM ആണ് പുള്ളി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ കറണ്ട് സെൻസിങ് അനുസരിച്ചിട്ടാണ് ഈ ഒരു പ്രോസസ്സർ ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റെപ്പിൽ എന്നുള്ള രീതിക്കാണ് നമുക്ക് ഈ ഒരു മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കംപ്രേറ്റർ ഐ സി. ഈ കംപ്രേറ്റർ ഐ സിയുടെ ഒരു സൈഡ്, അതായത് 5, 6, 7, ഈ 5, 6, 7 പിന്നിലാണ് 5, 6 പിന്നിലാണ് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ കണക്ഷൻ. ഇവിടെ നിന്ന് ഒരു 20K ഇട്ടിട്ടുണ്ട്, 20K ഇട്ടിട്ടുണ്ട്. ഈ 20K വഴി ഇവിടെ ഈ ഒരു 5ാമത്തെ പിന്നിലും 6ാമത്തെ പിന്നിലും ഇതിൻ്റെ സപ്ലൈ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാൻ കംപ്രസറിൻ്റെ ആവശ്യമില്ല. നമുക്ക് കംപ്രസർ ഒന്ന് ഊരി ഇട്ടേക്കാം. കംപ്രസറിൻ്റെ ലൈന് ഞാൻ ഊരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കംപ്രസർ കൊടുക്കണം, എന്നാലേ അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്തിട്ട് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് 2.5 അനുസരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്രേറ്റർ ഐ സി ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് പ്രോബ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. റെഡ് പ്രോബ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡ് ഓൺ ആയിട്ടുണ്ട്. 2.492, അതായത് 2.5 കറക്റ്റ് ആ ഒരു വോൾട്ടേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ കംപ്രേറ്റർ ഐ സിയുടെ ഔട്ട്പുട്ട് ഓക്കെയാണ്, അതിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഇനി കംപ്രേറ്റർ ഐ സിയുടെ 2 ലെഗിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 5ാമത്തെ പിന്നിൽ വോൾട്ടേജ്, 6ാമത്തെ പിന്നിലും വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ 2ലും 0.4 മില്ലി വോൾട്ട് വരുന്നുണ്ട്. ഇനിയുള്ളത് ഈ ഒരു ഐ സി ആണ്. നമുക്കിപ്പോൾ നമ്മുടെ IPM മൊഡ്യൂൾ ചേഞ്ച് ആയിട്ടുണ്ട്, കംപ്രേറ്റർ ഐ സി ഓക്കെയാണ്. ഇനി വരുന്ന 2 കാര്യങ്ങളൊന്ന് ഈ ഐ സി ആണ്. ഈ ഐ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ കംപ്രസർ എടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്രസർ എടുക്കുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഐ സി ഓക്കെയാണ്. ഇനി നോക്കേണ്ടത് ലോ സൈഡ് ഹൈ സൈഡിലെയും അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതിൽ കറക്റ്റ് എല്ലാ പിന്നിലും കറക്റ്റായിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ 2 101ൻ്റെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. 101 എന്ന് പറയുമ്പോൾ 100 ohmsൻ്റെ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ്. ഈ നെറ്റ്വർക്ക് റെസിസ്റ്റൻസ് ഫുള്ള് ചെക്ക് ചെയ്യണം. പിന്നെ ഈ ഐ സി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു കോണ്ടാക്റ്റും കൂടെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലാക്കുക. ഡയോഡ് മോഡിലാക്കിയിട്ടിട്ട് നമുക്ക് 1 by 1 ഓരോന്നും ചെക്ക് ചെയ്യുക. എല്ലാത്തിലും ഒരേ കണക്കുള്ള കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ റെഡ് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി 1 by 1 ആയിട്ട് ഓരോ റെസിസ്റ്റൻസും ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 558 കിട്ടുന്നുണ്ട്. ഇത് ലോ സൈഡാണ്. ലോ സൈഡ് 1, ലോ സൈഡ് 2, ലോ സൈഡ് 3. പക്ഷേ ഇവിടെ നമുക്കൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ കറക്റ്റായി.
ഇനി ഹൈ സൈഡ് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ സൈഡ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ 3 പോയിൻറ്റിൽ നമുക്ക് ഒരേ കണക്കുള്ള ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പിങ് കിട്ടുന്നുണ്ട്. ഡയോഡ് മോഡ് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഐ സി എന്നുള്ള ആ ഒരു ലോ സൈഡ് ഹൈ സൈഡ് കണ്ടിന്യൂറ്റി ഉണ്ട്, ഒരേ കണക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വിഷയം? ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ഐ പി എം ആണ്. ഈ ഐ പി എം രണ്ടാമത് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സോൾഡർ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹീറ്റ് സിങ് അഴിച്ചെടുക്കാം. ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സൈഡിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഹീറ്റ് സിങ് ഇതിനകത്ത് നിന്ന് അഴിച്ച് മാറ്റി ഇതിനകത്ത് വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ, ഇനി വേറെ എന്താണ് കുഴപ്പമൊന്ന് ഫുള്ള് ഒന്ന് തറവായിട്ടിരുന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതൊന്ന് നോക്കിയിട്ട് വരാം. നമുക്കിപ്പോൾ മാനുവലായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഐ പി എം, ഒന്ന് കമ്പറേറ്റർ ഐ സി, ഒന്ന് മെയിൻ ഐ സി, പിന്നെ ഈ ഒരു ഹൈ സൈഡ് ലോ സൈഡ് കാര്യങ്ങൾ, ലൈൻസ്, ഹൈ സൈഡ് ലോ സൈഡ് ലൈൻസ്, ഇതെല്ലാം നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഐ പി എം പുതിയതാണ് ഇട്ടിരിക്കുന്നതെന്നും പറഞ്ഞു. ഇനി ഇതിനകത്ത് എന്താണ് പ്രശ്നമുള്ളതെന്ന് ഒന്ന് ഫുള്ളൊന്ന് സെർച്ച് ചെയ്തിട്ട് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് ഞാൻ അത് കണ്ടെത്തിയിട്ട് ഞാൻ നിങ്ങളോട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്തിനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ കംപ്ലയിൻറ്റ് പരിഹരിച്ചപ്പോഴത്തേക്കും ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രോസസ്സറിൽ നിന്ന് ഈ ഐ പി എമ്മിലോട്ട് ലോ സൈഡും ഹൈ സൈഡും സിഗ്നൽ പോവും. അപ്പോൾ ഈ ഒരു സിഗ്നൽ നേരെ വരുന്നത് ഈ ഒരു 2 നെറ്റ്വർക്ക് റെസിസ്റ്റൻസിലാണ്. ഓക്കെ, അപ്പോൾ ഈ നെറ്റ്വർക്ക് വരെ ഈ പ്രോസസ്സറിൽ നിന്നുള്ള കണക്ഷൻ ഓക്കെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഐ പി എമ്മിലോട്ട് വരുന്ന കണക്ഷനിൽ 5ാമത്തെ പിന്നിൽ, ഈ ഒരു ഐ പി എമ്മിൻ്റെ 5ാമത്തെ പിന്നും, അതായത് ലോ സൈഡിൻ്റെ, അതായത് ഇവിടെ നിന്ന് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ 2ാമത്തെ കണക്ഷനും ഇതിൻ്റെ 5ാമത്തെ കണക്ഷനും തമ്മിലാണ് കണ്ടിന്യൂറ്റി വേണ്ടത്. അപ്പോൾ ആ കണ്ടിന്യൂറ്റി നമുക്കിവിടെ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ ആ കണ്ടിന്യൂറ്റി എവിടെയാണോ ബ്രേക്കായെന്ന് ചെക്ക് ചെയ്തിട്ട് ആ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5 ഇവിടെ നമുക്കിപ്പോൾ കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് റെസിസ്റ്റൻസിൻ്റെ 2ാമത്തെ പിന്നിൽ 5ാമത്തെ പിന്നിലോട്ട് നേരത്തെ കണക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ കണക്ഷൻ പിടിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഫാൻ മോട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലോ സൈഡ് ഹൈ സൈഡിൻ്റെ കണക്ഷനിലായിരുന്നു നമുക്ക് ഈ ഒരു പ്രശ്നം വന്നിരുന്നത്. നേരത്തെ ഈ ഒരു നമുക്ക് നേരത്തെ ഈ ഒരു ഫാൻ മോട്ടർ ഇങ്ങനെ വെട്ടിയേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് റൺ ആവുന്നുണ്ടോയെന്ന് നോക്കാം. ഓക്കെ, ഉണ്ടോ? ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റണ്ണിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു ബോർഡിൻ്റെ പ്രശ്നം. കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഓഫാവും. കാര്യം ഞാൻ കംപ്രസർ കണക്ഷൻ കൊടുത്തിട്ടില്ല. കംപ്രസർ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. കംപ്രസർ കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാനിപ്പോൾ ഇത് ഓണാക്കിയത്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് കറങ്ങുന്നുണ്ട്. നേരത്തെ ഇങ്ങനെ ജസ്റ്റ് വെട്ടി നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആ എറർ ഇത്ര നേരമായിട്ട് നമുക്ക് ആ എററും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.